നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്രാഫ് സെർച്ചിൻ്റെയും ട്രീ സെർച്ചിൻ്റെയും ബേസിക് ഐഡിയാസ് ഒക്കെ മനസ്സിലാക്കി. ആ കോൺസെപ്റ്റുകളും കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ളൊരു ഏരിയ ആയിരിക്കും. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സെർച്ച് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, ഓരോ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. സെർച്ചിങ് എന്താണെന്ന് നമുക്കറിയാം. അപ്പം AI-ൻ്റെ അകത്ത് സെർച്ച് സ്ട്രാറ്റജീസ് നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് രണ്ട് തരം സെർച്ച് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അകത്തുള്ളത്. ആദ്യത്തെ ടൈപ്പ് ഓഫ് സെർച്ച് സ്ട്രാറ്റജിയാണ് അൺഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെർച്ച് സ്ട്രാറ്റജിയാണ് ഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. രണ്ട് തരം സെർച്ച് സ്ട്രാറ്റജീസ് ആണ് പഠിക്കാനുള്ളത്. ഇനി അൺഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അതിനെ നമ്മൾ സാധാരണ വേണമെങ്കിൽ നമുക്കതിനെ ബ്ലൈൻഡ് സെർച്ച് എന്നൊക്കെ വിളിക്കാം. അൺഇൻഫോംഡ് സെർച്ചിൻ്റെ വേറെ പേരാണ് ബ്ലൈൻഡ് സെർച്ച് എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് സെർച്ച് സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് നമുക്ക് ഗോളിനെ കുറിച്ചുള്ള അഡീഷണൽ ഇൻഫർമേഷൻ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പം അതുകൊണ്ട് ഇത്തരം സെർച്ചിൽ അൺഇൻഫോംഡ് സെർച്ചിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർച്ച് സ്പേസിലൂടെ ബ്ലൈൻഡ്ലി എല്ലാ നോഡിനും ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗോൾ കാണുന്നത് വരെ ഇതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോകും. ഗോൾ കാണുന്നത് വരെ അതിൻ്റെ സെർച്ച് സ്പേസിലൂടെ ബ്ലൈൻഡ്ലി എന്ത് ചെയ്യുന്നു, എല്ലാ നോഡുകൾക്കും ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ബ്ലൈൻഡ്ലി അത് എക്സ്പ്ലോർ ചെയ്ത് പോവാണ് ഇപ്പോൾ വരെ, ഗോൾ കാണുന്നത് വരെ. ആ ഒരു രീതിയാണ് നമ്മളെന്ത് പറയുന്നത്, അൺഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് വരുന്ന പ്രധാനപ്പെട്ട 3 സെർച്ച് സ്ട്രാറ്റജീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേതാണ് BFS, അതായത് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്നാണ്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അല്ലെങ്കിൽ ഈസ് എ ടൈപ്പ് ഓഫ് അൺഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജി. അതേപോലെ തന്നെയുള്ള മറ്റൊരു അൺഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജിയാണ് UCS, അതായത് യൂണിഫോം കോഴ്സ് സെർച്ച്. തേർഡ് വൺ ആണ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, DFS എന്ന് പറയും. അതിൻ്റെ അകത്ത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഗോളിനെ കുറിച്ചുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ അതിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അവിടെയൊക്കെ എങ്ങനെയാണ് ബ്ലൈൻഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോറേഷൻ നടക്കുന്നത്. എല്ലാ നോഡിനും ഒരേ പ്രാധാന്യമാണ് അവിടെ കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞ പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൾസോ കോൾഡ് ബ്ലൈൻഡ് സെർച്ച് സ്ട്രാറ്റജി. എൻ്റെ വേറെ പേരാണ് ബ്ലൈൻഡ് സെർച്ച് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. അത് BFS ആയിക്കോട്ടെ, DFS ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂണിഫോം കോഴ്സ് സെർച്ച് ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്തൊക്കെ എന്തില്ല, അഡീഷണൽ ഇൻഫർമേഷൻ, ഗോളിനെ കുറിച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്, ദേ എക്സ്പ്ലോർ ദി സെർച്ച് സ്പേസ് ബ്ലൈൻഡ്ലി ആൻഡ് ട്രീറ്റ് എവറി നോഡ് ഈക്വലി അണ്ടിൽ ദി ഗോൾ ഫൗണ്ട്. ഗോൾ കാണുന്നത് വരെ, ഗോളിലേക്ക് എത്തുന്നത് വരെ അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ മുന്നിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ നോഡുകൾക്കും ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അത് ബ്ലൈൻഡ്ലി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ അൺഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ കൊടുത്തത്, ഇൻ അതർ വേർഡ്സ് ദ സെർച്ച് അൽഗോരിതം ഡസ് നോട്ട് നോ if one path is better than other. അതായത് ഗോൾ സ്റ്റേറ്റിലേക്ക് ഒന്നിൽ കൂടുതൽ പാത്തുകൾ ഉണ്ടെങ്കിൽ ഇതിൽ ഏത് പാത്താണ് നല്ലത് എന്നുള്ളത് ആർക്ക് മനസ്സിലായാലും ഈ അൽഗോരിതത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഇപ്പം G ആണ് നമ്മളെ കോളെങ്കിൽ നമുക്ക് എന്തുണ്ട്, A to B, B to G എന്ന് പറയുന്ന ഒരു പാത്ത് ഉണ്ടെന്ന് വെച്ചോ. അതേപോലെ തന്നെ A to C, C to G എന്ന് പറയുന്ന രണ്ടാമത്തെ പാത്ത് ഉണ്ടെന്ന് വെച്ചോ. ഈ രണ്ട് പാത്തും നമ്മളെ ഗോളിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ ഏതാണ് ബെസ്റ്റ് അല്ലെങ്കിൽ ബെറ്റർ പാത്ത് എന്ന് നമുക്ക് അവിടെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ അതർ വേർഡ്സ് ദ സെർച്ച് അൽഗോരിതം ഡസ് നോട്ട് നോ ഇഫ് വൺ പാത്ത് ഈസ് ബെറ്റർ ദാൻ അതർ. നെക്സ്റ്റ് വൺ, ഇറ്റ് ഓൺലി നോ ഹൗ ടു മൂവ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ യൂസിങ് അവൈലബിൾ ആക്ഷൻ. അതിൻ്റെ മുന്നിൽ അതിൻ്റെ കയ്യിലുള്ള അവൈലബിൾ ആക്ഷൻസ് വെച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അതിന് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇത്തരം പ്രത്യേകതകളാണ് അൺഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജികൾക്ക് കോമൺ ആയിട്ടുള്ളത്. അപ്പം അതിൻ്റെ അകത്തുള്ള ആദ്യത്തെ അൺഇൻഫോംഡ് സെർച്ച് സ്ട്രാറ്റജിയായ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിലേക്ക് നമുക്ക് പോവാം. ഇതിനെ നമ്മൾ സാധാരണ ഈ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിനെ സാധാരണ നമ്മൾ ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്ന് കൂടെ വിളിക്കും. അതായത് BFS ഇവിടെ കൊടുത്തിട്ടുണ്ട്. BFS എക്സ്പ്ലോർ ദി സെർച്ച് ട്രീ ലെവൽ ബൈ ലെവൽ ആണ് എന്ത് ചെയ്യുന്നത്, ഓരോ നോഡിനെ അത് വിസിറ്റ് ചെയ്ത് പോകുന്നത്. എവിടുന്ന തുടങ്ങുക, റൂട്ട് നോഡിന്ന് തുടങ്ങിയിട്ട് ലെവൽ വൈസ് എന്ത് ചെയ്യുന്നു, ട്രാവേഴ്സ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്.
ഇപ്പോൾ റൂട്ട് നോഡായിരിക്കും നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റിലെ നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെയും റൂട്ട് നോഡായിരിക്കും അല്ലേ. അപ്പോൾ റൂട്ട് നോഡ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് അതിൻ്റെ അടുത്തുള്ള അതിൻ്റെ നെയ്ബറായി കിടക്കുന്ന നോഡിനെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പോകും. എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ലെവൽ വൈസ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. ലെവൽ വൈസ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു പിന്നെ ഷോർട്ടസ്റ്റ് പാസ് എന്ത് ചെയ്യും, അതായത് ഷോളോസ്റ്റ് പാത്ത് മീൻസ് ഷോർട്ടസ്റ്റ് പാത്താണ്. ഇറ്റ് ഓൾവേസ് എക്സ്പാൻഡ് ദി ഷോളോസ്റ്റ് അൺഎക്സ്പാൻഡഡ് നോഡ് ഫസ്റ്റ്. അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള അൺഎക്സ്പാൻഡ് ആയ നോഡുകളാണ് ഇത് എപ്പോൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്ത് പോകുക. നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു എക്സാമ്പിളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ടു കീപ് ട്രാക്ക് ഓഫ് നോഡ് BFS യൂസസ് എ ക്യൂ ഡാറ്റ സ്ട്രക്ചർ. നോഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് എന്ത് ഉപയോഗിക്കും, ക്യൂ ഡാറ്റ സ്ട്രക്ചർ ഉപയോഗിക്കും. ക്യൂ ഡാറ്റ സ്ട്രക്ചറിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. അത് വർക്ക് ചെയ്യുന്നതിന്റെ മാനർ നിങ്ങൾ DS-നകത്ത് പഠിച്ചിട്ടുണ്ടാവും. ക്യൂ വർക്ക് ചെയ്യുന്നത് ഏതോടുള്ള ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർ FIFO മാനറിലാന്ന് പറയാം. അത് ആദ്യം ക്യൂവിൻ്റെ അകത്തേക്ക് വന്ന ഒരു ഡാറ്റ അല്ലെ എലമെന്റ് ആണ് ആദ്യം പുറത്തേക്ക് പോവുക, അല്ലെങ്കിൽ ആദ്യം റിമൂവ് ചെയ്യപ്പെടുക എന്ന് നമുക്ക് പറയാം. അപ്പം FIFO മാനറിലാണ് ഈ എന്ത് വർക്ക് ചെയ്യുന്നത്, നമ്മളെ ക്യൂ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്യൂ ഡാറ്റ സ്ട്രക്ചറിന്റെ ഹെൽപ്പ് ഇവിടെ ഈ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നുകൂടെ കാണാം. ദിസ് മീൻസ് ദാറ്റ് ദ ഫസ്റ്റ് നോഡ് ഇൻസേർട്ടഡ് ഇൻ ടു ദി ക്യൂ ഈസ് ദ ഫസ്റ്റ് ടു ബി എക്സ്പ്ലോർഡ് എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ അകത്ത് ആദ്യം ഇൻസേർട്ട് ചെയ്ത നോഡാണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യം എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആദ്യം എക്സ്പാൻഡ് ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിനെ കുറിച്ചുള്ള കോമൺ ആയിട്ടുള്ള ചില ഐഡിയാസ്. അൽഗോരിതത്തിന്റെ അകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ, സ്റ്റാർട്ട് വിത്ത് ദി ഇനീഷ്യൽ നോഡ്. എവിടുന്ന് തുടങ്ങും, ഇനീഷ്യൽ നോഡിൽ നിന്ന് തുടങ്ങും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ, ആഡ് ദി ഇനീഷ്യൽ ക്യൂ ടു നോഡ് ടു ദി ക്യൂ. നമ്മൾ ക്യൂവിൻ്റെ അകത്തേക്ക് ആരെടുത്ത് വെക്കുകയാണ്, നമ്മൾ ഇനീഷ്യൽ നോഡിനെ സ്റ്റാർട്ടിംഗ് നോഡിനെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് ചില സ്റ്റെപ്പുകൾ എന്താണ് ഇവിടെ റിക്കേഴ്സീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. റിപ്പീറ്റ് ദി ഫോളോയിങ് സ്റ്റെപ്പ് അണ്ടിൽ ദി ക്യൂ ഈസ് എംപ്റ്റി യുവർ ഗോൾ ഫൗണ്ട്. ഗോൾ കാണുന്നത് വരെയോ അല്ലെങ്കിൽ ക്യൂ എംപ്റ്റി ആവുന്നത് വരെയോ എന്ത് ചെയ്യണം, താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്താണ് സ്റ്റെപ്പ് നോക്കിയേ, നമ്മളിപ്പം നമ്മളെ ഈ ഒരു ക്യൂവിൻ്റെ അകത്ത് ആകെ എന്തെങ്കിലും ഒരൊറ്റ നോഡെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ചെയ്യുന്ന കാര്യം നോക്കിയാൽ റിമൂവ് ദി ഫസ്റ്റ് നോഡ് ഫ്രം ദി ക്യൂ. ആദ്യം തന്നെ ക്യൂ നാറ് എടുത്ത് മാറ്റുകയാണ്, ഈ നോഡിനെ എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാണ്. ഇഫ് ഇറ്റ് ഈസ് ഗോൾ, അത് ഗോൾ ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യുക, സൊല്യൂഷൻ റിട്ടേൺ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ നോഡിനെ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അതായത് അതർവൈസ് എക്സ്പാൻഡ് ദി നോഡിനെ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പെർട്ടിക്കുലർ നോഡിന്റെ ചിൽഡ്രൻസിനെ ജനറേറ്റ് ചെയ്യലാണ്. അപ്പോൾ ജനറേറ്റ് ഇറ്റ്സ് ചിൽഡ്രൻ, അതിന്റെ കുട്ടികളെ ചിൽഡ്രൻസിനെ ജനറേറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ആഡ് ഓൾ ചിൽഡ്രൻസ് ടു ദി എൻഡ് ഓഫ് ദി ക്യൂവിന്റെ എൻഡിലേക്ക് എന്ത് ചെയ്യുന്നു, എല്ലാ നോഡിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ്. ഓക്കെ, അതാണ് ഈ ഒരു BFSന്റെ അൽഗോരിതം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്കൊരു ഫിഗർ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയും, അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവും. ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ എന്താണ്, BFS ട്രാവേഴ്സലിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഈ BFS ട്രാവേഴ്സിന്റെ മറ്റൊരു പേരാണ് നമ്മൾ പറഞ്ഞു ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്നാണ് വിളിക്കുക. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എവിടെയാ തുടങ്ങിയത്, റൂട്ട് നോഡിലാണ് അല്ലേ. റൂട്ട് നോഡിൽ നിന്ന് വിസിറ്റിംഗ് എങ്ങനെയായിരിക്കും, ലെവൽ വൈസ് ആയിരിക്കും. ലെവൽ അടുത്ത ലെവലിലേക്ക് ഇറങ്ങി അടുത്ത ലെവലിലേക്ക് ഇറങ്ങി, അങ്ങനെ ലെവൽ വൈസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ട്രാവേഴ്സ് ചെയ്ത് പോവാം. അതുകൊണ്ടാണ് ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റ സ്ട്രക്ചറിന്റെ ട്രീന്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ലെവൽസ് ഒക്കെ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നോഡിന്റെ ലെവലുകൾ, ലെവൽ 0, ലെവൽ 1 എന്നൊക്കെ പറഞ്ഞ ലെവലുകളായിട്ട് തരംതിരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എവിടെ തുടങ്ങുന്നു, ലെവൽ 0ൽ തുടങ്ങുന്നു, പിന്നെ ലെവൽ 1ലേക്ക് വരികയാണ്. ലെവൽ 1ൽ എല്ലാ നോഡും എക്സ്പ്ലോർ ചെയ്യുന്നു, ദെൻ ലെവൽ 2ലേക്ക് പോകുന്നു, ദെൻ ലെവൽ 3. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രാവേഴ്സൽ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്ന് കൂടെ വിളിക്കാം. നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് G എന്ന പേരുള്ള ഒരു ഗോൾ നോഡ് ഉണ്ട്. ആ ഗോൾ നോഡിനെ നമുക്ക് കണ്ടെത്തണം. എന്ത് വെച്ചിട്ട്, നമ്മളെ ഈ BFS വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു BFS ട്രീ കൊടുത്തിട്ടുണ്ട്. നോക്കാം, അവിടെ A ആണ് നമ്മളെ റൂട്ട് നോഡ്, ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് A ആണ്. അതിന്റെ അണ്ടറിൽ BCD എന്ന് പറയുന്ന നോഡ് ഉണ്ട്. ബിന്റെ ചിൽഡ്രൻ ആണ് CF, ഡിന്റെ ചിൽഡ്രൻ ആണ് G എന്ന് പറയുന്നത്. അപ്പൊ G ആണ് നമ്മളെ ഗോൾ നോഡ് അല്ലെ. നമുക്ക് Gയിലേക്കാണ് എത്തേണ്ടത്. ഫൈൻഡ് ദി ഗോൾ നോഡ് യൂസിങ് G യൂസിങ് BFS പ്രതി 1D എന്ന് പറഞ്ഞപ്പോൾ Gയിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് Aയും നമ്മളെ ഗോൾ സ്റ്റേറ്റ് എന്താണ്, Gയുമാണ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ BFSന്റെ എക്സിക്യൂഷൻ എങ്ങനെയാ പോകുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളെ കയ്യിൽ ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ക്യൂവിൻ്റെ അകത്ത് നമ്മൾ ഇനീഷ്യലി നമ്മളെ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, എംപ്റ്റി ആയിരിക്കും അല്ലേ. ആ ക്യൂവിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് പ്രകാരം എന്താ ചെയ്യുന്നത്,
നമ്മളെ ഇനീഷ്യൽ നോഡിനെ ക്യൂവിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കും അല്ലേ. നമ്മൾ ഇനീഷ്യൽ നോഡ് ഇവിടെ എ അല്ലേ, അപ്പോൾ എനെ നമ്മൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, നമ്മളെ ക്യൂവിൻ്റെ അകത്തേക്ക് നമ്മൾ മൂവ് ചെയ്യും. അപ്പം അങ്ങനെ ഏനെ ക്യൂവിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കുന്നു. ഏനെ ക്യൂവിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചാൽ പിന്നെ എന്താ പറഞ്ഞത് നമ്മൾ, അതിനുശേഷം ഈ ക്യൂവിൻ്റെ അകത്തുള്ള ഏനെ നമ്മൾ പുറത്തേക്ക് എടുക്കും അല്ലേ, പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഏൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് 1 പറഞ്ഞു കൊടുത്തേ, ക്യൂവിൻ്റെ അകത്തേക്ക് ആരെടുത്ത് വെച്ചു, ഏൻ എടുത്ത് വെച്ചു. എന്തല്ല ആ നിലവിൽ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, എക്സ്പാൻഡ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ എക്സ്പാൻഡഡ് നോഡ് അല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഫൺ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അവിടെ അല്ലേ. ഇനി എ എന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മൾ എന്താണെന്ന് നോക്കണം, ഗോൾ ആണോ എന്ന് നോക്കണം അല്ലേ. അപ്പോൾ ഗോൾ ആണോ ചെക്ക് ചെയ്യാണ്, ഗോൾ അല്ല, അതുകൊണ്ട് ഇവിടെ നോ എന്ന് കൊടുക്കുകയാണ് അല്ലേ. ഗോൾ അല്ലേ, പിന്നെ എന്താ ചെയ്യേണ്ടത്, ഏനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഏനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഏനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നോട്ടാണ് BCD കണ്ടോ. അതാണ് ഇവിടെ കൊടുത്തത് രണ്ടാമതായിട്ട്. ഏനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, B,C,D എന്നുള്ള 3 നോഡുകൾ അവിടെ അല്ലെ, 3 ചിൽഡ്രൻസ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അങ്ങനെ ജനറേറ്റ് ചെയ്തതിന്റെ കാരണക്കാരൻ ആരാണ്, ഈ നോഡാണ്, എ എന്ന് പറയുന്ന നോഡാണ്. അത് അവിടെ കൊടുത്തത് എക്സ്പാൻഡഡ് നോഡ് എന്ന് പറഞ്ഞിട്ട് എ എന്ന കൊടുത്ത്, എനെ എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് ബിനെയും സിനെയും ഡിനെയും കിട്ടുന്നത്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് ചിൽഡ്രൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ചിൽഡ്രൻസിനെ നമ്മൾ എങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം, ഈ ചിൽഡ്രൻസിനെ നമ്മളെ ക്യൂവിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ക്യൂവിൻ്റെ അകത്തേക്ക് ആരൊക്കെ വരികയാണ്, ബിയും സിയും ഡിയും വരികയാണ്. അത് അവിടെ കൊടുത്തത് ക്യൂവിൻ്റെ അകത്ത് ബിയും സിയും ഡിയും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്താ, അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് നമുക്ക് ജിയിലേക്കാണ് എത്തേണ്ടത് കേട്ടോ, ഇവിടത്തേക്കാണ് എത്തേണ്ടത്. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ബി എന്ന് പറയുന്ന നോഡ് നമ്മൾ ലെവൽ ഓർഡറിലാണ് ട്രാവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലെവൽ കഴിഞ്ഞു അടുത്ത ലെവലിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ലെവലിൽ എത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ബി എന്ന് പറയുന്ന നോഡിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ബിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2 നോഡുകൾ കിട്ടും, ഇയും എഫും. ഓൾറെഡി നമ്മളെ ക്യൂവിൻ്റെ അകത്ത് ഉണ്ടോ, ക്യൂവിൻ്റെ അകത്ത് ബിയും സിയും ഡിയും വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ആ കൂട്ടത്തിൽ ബിനെയാണ് നമ്മൾ പുറത്തേക്ക് എടുത്തത് അല്ലേ. ബിനെ പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ബിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ക്യൂവിൻ്റെ അകത്ത് ആരൊക്കെ ബാക്കിയുണ്ട്, സിയും ഡിയും ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ സിയും ഡിയും അവിടെ ഓൾറെഡി ഉണ്ട്. ആ കൂട്ടത്തിലേക്കാണ് ആരും കയറി വരുന്നത്, നമ്മളെ ഇയും എഫും കയറി വരുന്നത്. അതുകൊണ്ട് ഇവിടെ നോക്കിയേ, അങ്ങനെ ബിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമ്മളെ ഈ ഒരു ക്യൂവിൻ്റെ അകത്തേക്ക് ആരൊക്കെ കയറി വരികയാണ്, നമ്മളെ ഇയും എഫും. കാരണം സിയും ഇയും ഓൾറെഡി ഉള്ളതാണ്, നേരത്തെ ഉള്ളതാണ്. അതിൻ്റെ കൂടെ ഇയും എഫ് കൂടെ കയറി വരുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ക്യൂവിന് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് എന്തുകൊണ്ടാ, ഈ ഒരു ബി എന്ന് പറയുന്ന നോഡിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടാ അല്ലേ. അപ്പം ബിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എന്തായി, ക്യൂവിൻ്റെ അവസ്ഥ എങ്ങനെ മാറി. ഓക്കെ, ഇനി നമ്മൾ ആരെടുക്കണം അല്ലേ, ക്യൂ ആണ് അല്ലേ. ക്യൂവിൻ്റെ അകത്ത് നിന്ന് പുറത്തെടുക്കുക ഓൾവേസ് നമ്മൾ എന്തായിരിക്കും, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് നമ്മൾ ക്യൂവിൻ്റെ വർക്കിംഗ് മാനർ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇൻസേർട്ട് ചെയ്ത് ഈ കൂട്ടത്തിൽ ആരാ, CDEFന്റെ കൂട്ടത്തിൽ ആരാ ആദ്യം ഇൻസേർട്ട് ചെയ്ത് സി ആണ് അല്ലേ, സി ഇങ്ങേ ഫ്രണ്ടിലാണുള്ളത്. അപ്പം സി ആയിരിക്കും ആദ്യം പുറത്തേക്ക് വരിക അല്ലേ. അപ്പോൾ സീനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ് ക്യൂവിൻ്റെ അകത്ത് നിന്ന്, എന്നിട്ട് സീനെ എക്സ്പാൻഡ് ചെയ്യാണ്. സീനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിക്ക് ചിൽഡ്രൻസ് ഒന്നുമില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യൂവിൻ്റെ അകത്തേക്ക് വേറൊന്നും പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്യൂവിൻ്റെ അവസ്ഥ നോക്കിയേ, ക്യൂന്ന് സി പോയി, പുതുതായിട്ടൊന്നും ആഡ് ആയിട്ടില്ല. കാരണം ആഡ് ആവാത്ത കാരണം എന്താ, സിക്ക് ചിൽഡ്രൻസ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ക്യൂവിൻ്റെ നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ്, DEF എന്നുള്ള അവസ്ഥയാണ്. ഇതിൻ്റെ അകത്ത് പുതിയതായിട്ടൊന്നും ആഡ് ആയിട്ടില്ല. ഇനി അടുത്തത് നോക്കിയേ, അടുത്തത് നമ്മൾ ഈ കൂട്ടത്തിൽ ആരെ എക്സ്പാൻഡ് ചെയ്യണം, ഈ ഡി അല്ലേ നമ്മളെ ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഡീനെ നമ്മൾ ക്യൂവിൽ നിന്ന് പുറത്തേക്ക് എടുക്കും, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യും. ഡീനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ജി എന്ന് പറയുന്ന ഒരു നോഡ് കിട്ടും അല്ലെ, ജി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ ഡീനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമ്മൾ ജീനെ കൂടെ നമ്മളെ ക്യൂവിൻ്റെ അകത്ത് ആഡ് ആക്കുകയാണ്. കണ്ടോ ഇവിടെ EFG എന്നുള്ളത്, EF ഓൾറെഡി ഉണ്ട്, പിന്നെ ജി എങ്ങനെ വന്നത്, ഡീനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ കാര്യം വന്നത്. അപ്പോൾ ഡീനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് കൂടെ വന്നു, ജി കൂടെ വന്നു. അപ്പം ക്യൂവിൻ്റെ നിലവിലത്തെ അവസ്ഥ എന്താ, ക്യൂവിൻ്റെ അകത്ത് ഇയും എഫും ജിയും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്പാൻഡ് ഈ ഒരു നോഡ് ഡി എന്ന് പറയുന്ന നോഡ് നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ സ്റ്റെപ്പ് എത്തുമ്പോൾ നമ്മൾ എക്സ്പാൻഡ് ഈ നോഡ് ക്യൂവിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന നോഡ് ഗോൾ ആണോ എന്ന് നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും അത് നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ നോ ആണുള്ളത് അല്ലേ. അപ്പം ഗോൾ എന്താണ്, ഗോൾ സ്റ്റേറ്റ് അല്ല ഡി, അതുകൊണ്ടാണ് ഇവിടെ നോ എന്ന് കൊടുത്തത്. ഇനി നമ്മുടെ ക്യൂവിൻ്റെ അവസ്ഥ എന്താ, ക്യൂവിൽ ആരൊക്കെയാണ് ഉള്ളത്, ഇയും എഫും ജി ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഈ EFGന്റെ കൂട്ടത്തിൽ ഏറ്റവും ഫ്രണ്ടിൽ കിടക്കുന്നത് ഇ ആണ്. അപ്പോൾ ഈനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ക്യൂവിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്, ഈനെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. ഈനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈൻ്റെ ചിൽഡ്രൻസ് നോക്കിയാൽ നിങ്ങൾ, ഈക്ക് ചിൽഡ്രൻസ് ഉണ്ടോ, ഈക്ക് ചിൽഡ്രൻസ് ഒന്നുമില്ല അല്ലേ. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായി ഒന്നും നമ്മളെ ക്യൂവിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനില്ല. അതുകൊണ്ട് ഈനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫും ജിയെ ഉണ്ടാവുള്ളൂ. അത് ഇ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എന്തല്ല, നമ്മളെ സംബന്ധിച്ചുള്ള ഗോൾ സ്റ്റേറ്റ് അല്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണ്, ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുള്ള എഫ് എന്ന് പറയുന്ന നോഡിനെ എന്താണ് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, എഫ് എന്ന് പറയുന്ന നോഡിനെ
പുറത്തേക്ക് കൊണ്ടുവരാണ്. എഫിനെ നമ്മൾ എന്താക്കുകയാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. എഫിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫിന് ചിൽഡ്രൻസ് ഒന്നും തന്നെ ഇല്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പുതിയൊരു നോഡിനെ നമുക്ക് ക്യൂവിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. എഫിനെ നമ്മൾ ക്യൂന്ന് പുറത്തെടുക്കുന്നു. ക്യൂന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എഫ് ഗോൾ ആണോ നോക്കുന്നു, അതുപോലെ എഫിനെ എക്സ്പാൻഡും ചെയ്യുന്നു. എഫ് ഗോൾ അല്ല, അതുകൊണ്ട് അവിടെ നോ എന്ന് കൊടുത്തത്. എഫിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫിന്റെ ചിൽഡ്രൻസ് ആയിട്ടൊന്നും അവിടെ ഇല്ല, അതുകൊണ്ട് ക്യൂവിൻ്റെ അകത്തേക്ക് ഒന്നും ആഡ് ചെയ്യാനുമില്ല. ഇനി നമ്മളെ ക്യൂവിൻ്റെ അകത്ത് ആരെ ബാക്കിയുള്ള, ജി ആണ് ബാക്കിയുള്ളത്. അപ്പൊ ജീനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ക്യൂന്ന് പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ ജി ഗോൾ ആണോ നോക്കുന്നു, ജി ഗോൾ ആണ്, അതുകൊണ്ട് നമുക്ക് ഗോൾ ഫൗണ്ട് എന്ന് പറയാം, ഗോൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പം പിന്നെ അങ്ങനെ ജീനെ പുറത്തെടുക്കുന്നതോട് കൂടി നമ്മളെ ക്യൂ അവിടെ എം ടി ആവുകയാണ്, ക്യൂ കാലിയാവുകയാണ്. അപ്പം ഓരോ പ്രാവശ്യം അവിടെ ചെയ്യുന്ന കാര്യം എന്താ, നമ്മൾ തുടങ്ങിയത് ഇനീഷ്യൽ നോഡിൽ വെച്ചിട്ടാണ്. എന്നിട്ട് നോഡിന് എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ നോഡിന് ആദ്യം തന്നെ ക്യൂവിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ക്യൂവിലേക്ക് ആഡ് ചെയ്തിട്ട് ക്യൂവിൻ്റെ അകത്തുള്ള ആദ്യത്തെ നോഡിനെ പുറത്തേക്ക് എടുക്കും. ആ നോഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗോൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഗോൾ ആണെങ്കിൽ സൊല്യൂഷൻ കിട്ടി, അല്ലെങ്കിൽ ഗോൾ ഫൗണ്ട് എന്ന് യെസ് എന്ന് അവിടെ കാണിക്കും. ഗോൾ അല്ലെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ നോഡിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൻ്റെ ചിൽഡ്രൻസിനെ എങ്ങോട്ടേക്ക് ആഡ് ചെയ്യുന്നത്, നമ്മളെ ക്യൂവിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സാണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂഷൻ ഒരു ടേബിൾ ഫോമിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾ ദ ഓർഡർ ഇൻ വിച്ച് ദ BFS വിസിറ്റ് ദി നോഡ് ഇൻ ദിസ് ട്രീ ഈസ്, അതായത് ഈ ഒരു ട്രീൻ്റെ അകത്ത് എങ്ങനെയാണ് നോഡ് വിസിറ്റിംഗ് നടക്കുന്നത്, ഈ നോഡ് വിസിറ്റിംഗ് ഓർഡറാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ എയിൽ തുടങ്ങുന്നു അല്ലേ, എയിൽ തുടങ്ങുന്നു, ബിയിലേക്ക് വരുന്നു, ദെൻ സിയിലേക്ക് വരുന്നു. അപ്പോൾ അതിൻ്റെ വിസിറ്റിംഗ് ഓർഡർ നോക്കിയേ, ആദ്യം എ വിസിറ്റ് ചെയ്യുന്നു അല്ലേ, അതിനുശേഷം നമ്മൾ അടുത്ത ലെവലിലേക്ക് ഇറങ്ങണം. ലെവൽ 0 നമ്മൾ ലെവൽ 1ലേക്ക് ഇറങ്ങാണ്. ലെവൽ 1ൽ വന്നപ്പോൾ അവിടെ ബി എന്ന് പറയുന്ന നോഡുണ്ട്, അത് വിസിറ്റ് ചെയ്യുന്നു. പിന്നെ സി എന്ന് പറയുന്ന നോഡിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ദെൻ നമ്മൾ ഡി എന്ന് പറയുന്ന നോഡിലേക്ക് എത്തുന്നു. അതിനുശേഷം നമ്മൾ ഇ എന്ന് പറയുന്ന നോഡിലേക്ക് എത്തുന്നു. അതിനുശേഷം നമ്മൾ എഫ് എന്ന് പറയുന്ന നോഡിലേക്ക് എത്തുന്നു. അതിനുശേഷം ജി എന്ന് പറയുന്ന നോഡിലേക്ക് എത്തുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നടത്തിയത് ഒരു ലെവൽ ഓർഡർ ട്രാവേഴ്സലാണ് അർത്ഥം ഉണ്ടോ. എ എന്ന് പറയുന്ന നോഡ് 0th ലെവലിലുള്ളത്, ബി അതേപോലെ ബാക്കിയുള്ള നോഡുകൾ, അതായത് ബി സി ഡി എന്ന് പറയുന്നത് ലെവൽ 1-നാണുള്ളത്. പിന്നെ ഏതാ വിസിറ്റ് ചെയ്യുന്നത്, ഇ ആണ് അല്ലേ. അപ്പോൾ ഇ എഫ് ജി എന്ന് പറയുന്ന ഈ 3 നോഡ് ഏത് ലെവലിലാണ്, ലെവൽ 2-ലുള്ളത്. അപ്പം ഈ വിസിറ്റിംഗ് എന്ന് പറയുന്നത് ലെവൽ വൈസ് ആയിരിക്കും, ലെവൽ ഓർഡർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ BFSനെ നമ്മൾ എന്തുകൂടെ വിളിക്കുന്നത്, ലെവൽ ഓർഡർ ട്രാവേഴ്സൽ എന്നുകൂടെ വിളിക്കുന്നത്. ഇനി നമ്മൾ BFSന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രോപ്പർട്ടീസിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ BFS എന്ന് പറയുന്നത് എന്താണ്, BFSന്റെ കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അൽഗോരിതത്തിന് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ചില ഘടകങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഘടകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ്നെസ് എന്ന് പറയുന്ന ഘടകം നോക്കിയേ, കംപ്ലീറ്റ്നെസ് യെസ് BFS വിൽ ഓൾവേസ് ഫൈൻഡ് എ സൊല്യൂഷൻ ഇഫ് വൺ ഈസ്, ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ BFS എന്ത് ചെയ്യും, സൊല്യൂഷൻ അത് കണ്ടുപിടിക്കും. കാരണം അത് എല്ലാ പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ലെവൽ ഓർഡറിൽ പോയിട്ട് എല്ലാ പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊരു കംപ്ലീറ്റ്നെസ് ആണ്. ഇനി രണ്ടാമത്തെ എന്താണ്, ഒപ്റ്റിമാലിറ്റി. ഒപ്റ്റിമാലിറ്റിന്റെ കേസ് നോക്കിയേ, ഒപ്റ്റിമാലിറ്റി ഇഫ് ഓൾ ആക്ഷൻ ഹാവ് ഈക്വൽ കോസ്റ്റ്. എല്ലാ ആക്ഷനും ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ അതിന്റെ എഡ്ജസ് വരക്കുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ എഡ്ജസ് ആണ് ആക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആക്ഷൻസിനും ഈക്വൽ കോസ്റ്റ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കും. എല്ലാ ആക്ഷനും ഈക്വൽ കോസ്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ അത് ഷാളോസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. ഷാളോസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് പാത്തിന്റെ വേറെ ടേം ആണ്. ഇനി ടൈം കോംപ്ലക്സിറ്റി അവിടെ കൊടുത്തത് എന്താ, ഓർഡർ ഓഫ് എന്താണ്, B⁻D എന്നാ കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബി എന്താ, ബി എന്ന് പറയുന്നത് ബ്രാഞ്ചിങ് ഫാക്ടറും അതേപോലെ ഡി എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഡെപ്ത് ആണ്, ഗോൾ നോഡിന്റെ ഡെപ്ത് ആണ്, ഗോൾ നോഡിന്റെ ആഴം. ഇവിടെ നോക്കിയാൽ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ പ്രകാരം നമുക്ക് ആ ഡെപ്ത് ഇവിടെ കാണാനോ കണ്ടോ. ജി എന്ന് പറയുന്ന നോഡാണ് നമ്മൾ ഗോൾ നോഡ്. അപ്പോൾ അത് എത്രത്തോളം ഡെപ്തിലാണ് ഉള്ളത്, എത്രത്തോളം ആഴത്തിലാണ്, റൂട്ട് നോഡിന് എത്രത്തോളം ആഴത്തിലാണ് ഉള്ളത് എന്നാണ് ഈ ഡെപ്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തകർക്കൽ ഡെപ്ത് എന്ന് വെച്ചാൽ 1, 2 ആണ് ഇവിടെയുള്ള ജിയുടെ ഡെപ്ത് വരുന്നത് ഈ ഒരു എക്സാമ്പിൾ പ്രകാരം. ഇനി നെക്സ്റ്റ് വൺ സ്പേസ് കോംപ്ലക്സിറ്റിയാണ്. സ്പേസ് കോംപ്ലക്സിറ്റി എത്ര തന്നെയാണ് കൊടുത്തത്, ഓർഡർ ഓഫ് B⁻D തന്നെയാണ്. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ലെവലിലെ എല്ലാ നോഡിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. മെമ്മറിയാണ് ഉദ്ദേശിക്കുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റി എത്രത്തോളം മെമ്മറി എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ മെമ്മറി മെമ്മറി യൂട്ടിലൈസേഷൻ എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പറയുന്നത്, നമ്മളെ ബ്രാഞ്ചിങ് ഫാക്ടറിന്റെ പവറിൽ എന്ത് കാണണം, നമ്മളെ ഗോൾ നോഡിന്റെ ഡെപ്ത് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഓർഡർ ഓഫ് B⁻D കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും, എത്രത്തോളം സ്പേസ് അത് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്പേസ് കോംപ്ലക്സിറ്റി എത്ര നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സ്പേസ് കോംപ്ലക്സിറ്റിയും
കോംപ്ലക്സിറ്റിയും ഇവിടെ സെയിം ആണ്. കണ്ടോ, രണ്ടും ഓർഡർ ഓഫ് B⁻D ആണ്. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഒരു ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് അവിടെ ചോദിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളെ ഗോൾ എന്താണ്, സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് വളരെ ക്ലോസ് ആണ് ഗോൾ വളരെ അടുത്ത് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, BFS ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് എപ്പോഴാണോ എന്താണ് മിനിമം നമ്പർ ഓഫ് സ്റ്റെപ്പ് വെച്ചുകൊണ്ട് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, BFS ഉപയോഗിക്കാം. അതേപോലെ നമുക്ക് എല്ലാ ജനറേറ്റഡ് നോഡിനെയും മെമ്മറിയിനകത്ത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് അല്ലെ എനഫ് മെമ്മറി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, BFS ഉപയോഗിക്കാം. വെൻ വി ഹാവ് എനഫ് മെമ്മറി ടു സ്റ്റോർ ഓൾ ജനറേറ്റഡ് നോഡ്, എല്ലാ ജനറേറ്റഡ് നോഡിനെയും സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ BFS ഉപയോഗിക്കാം. ഓക്കെ, ഇതാണ് BFSനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് പരിചയപ്പെടാം, യൂണിഫോം കോഴ്സ് സെർച്ച്, അതായത് നമ്മുടെ അൺഇൻഫോംഡ് സെർച്ചിൻ്റെ അകത്ത് തന്നെ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെർച്ച് സ്ട്രാറ്റജി ആയ UCS പരിചയപ്പെടാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.